അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ, നമ്മുടെ കാലത്ത് പുതുതായി ഉണ്ടാക്കപ്പെട്ട ബിദ്അത്തുകളിൽ ഏറ്റവും പുണ്യമായ ബിദ്അത്തുകളിൽ പെട്ടതാണ്. മിൻ ഹാദൽ ഖബീൽ, പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്തതും മഹ്മൂദായതും എന്ന് എണ്ണി പറഞ്ഞ ആ ഇനത്തിൽപ്പെട്ടതാണ്. മാകാന യുഫ്അലു ബി മദീനത്തി ഇർബിൽ, ഇർബുൽ എന്ന രാജ്യത്തിൽ, ഇറാഖിലെ ഒരു പട്ടണമാണ് മൗസിൽ, ഇർബുൽ എന്നൊക്കെ പറയുന്ന രാജ്യം. ആ ഇർബുൽ എന്ന രാജ്യത്തിൽ പ്രവർത്തിക്കപ്പെടുന്ന ഒന്ന്, കുല്ലാമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ദിവസം വർഷാന്തം വരുമ്പോൾ ഇർബുൽ എന്ന പട്ടണത്തിൽ നമ്മുടെ ഈ കാലത്തുണ്ടാക്കപ്പെട്ട പുതിയ ആചാരം പുണ്യകർമ്മമാകുന്നു, പ്രമാണങ്ങൾക്ക് യോജിച്ചതാകുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? മിന സ്വദഖാത്തി വൽ മഅറൂഫ്, ദാനധർമ്മങ്ങളും മറ്റു നല്ല കർമ്മങ്ങളും. വഇബ്ഹാരി സീനത്തി വസ്സുറൂർ, നബിയുടെ പ്രസവത്തിൽ അലങ്കാരങ്ങളും ആഘോഷങ്ങളും. ഫഇന്ന ദാലിക, ഇത്തരം കർമ്മങ്ങളും ഇത്തരം നല്ല കർമ്മങ്ങളും മഅമാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ, ഇതിൽ സാധുക്കളും നിർധനരുമായ ആളുകൾക്ക് അന്നദാനം നൽകുക, ഭക്ഷണം നൽകുക, ദാനം നൽകുക എന്നിത്യാദി നല്ല കാര്യങ്ങളുള്ളതോടൊപ്പം മുസ്ബിറുൻ ബി മഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് സ്നേഹമുണ്ടെന്നറിയിക്കുന്ന പ്രവൃത്തിയാണിത്. വതഅലീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലിഹി, നബിയെ ബഹുമാനിക്കുന്ന മനസ്സാണ്, നബിയെ ആദരിക്കുന്ന മനസ്സാണ് ഇത് പ്രവർത്തിക്കുന്ന ആൾക്കുള്ളത് എന്നും അറിയിക്കുന്ന കർമ്മമാകുന്നു ഇത്. വശുക്രില്ലാഹി തആല, അല്ലാഹുവിനിക്ക് നന്ദിയുണ്ടെന്നതിന് കൊണ്ടും അറിയിക്കുന്നതാണിത്. അലാമാ മന്നബിഹി, അല്ലാഹു ചെയ്ത ഔദാര്യത്തിന്റെ മേൽ. മിൻ ഈജാദി റസൂലിഹില്ലദീ അർസലഹു റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായി മാത്രം അല്ലാഹു അയച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അല്ലാഹുവിന്റെ തിരുദൂതരെ അല്ലാഹു ഈ ലോകത്തേക്ക് കൊണ്ടുവന്നുവെന്നതും ഈ കാര്യം അല്ലാഹു ചെയ്ത ഒരു വല്ലാത്ത ഔദാര്യമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന എന്ന് ഖുർആൻ പറഞ്ഞ ഔദാര്യമാണ്. ആ ഔദാര്യത്തിന്റെ പേരിൽ അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നത് അറിയിക്കുന്ന പ്രവൃത്തിയാണ്. വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൗസിൽ, മൗസിൽ പട്ടണത്തിൽ ഇത് പ്രവർത്തിച്ച ആദ്യൻ അശ്ശൈഖ് ഉമർ ഇബ്നു മുഹമ്മദിനിൽ മുല്ല, ശൈഖ് ഉമർ മുഹമ്മദ് മുല്ല എന്ന മഹാനാണ്. അഹദു സ്വാലിഹീനൽ മശ്ഹൂരീൻ, പ്രസിദ്ധരായ നല്ല ജനങ്ങളിലും സ്വാലിഹീങ്ങളിലും പെട്ട ഒരാളാണ് അദ്ദേഹം. വബിഹി ഇഖ്തദാ ഫീ ദാലിക, അദ്ദേഹത്തോടാണ് ഈ വിഷയത്തിൽ അനുകരിച്ചത് സ്വാഹിബു ഇർബുൽ, ഇർബുൽ പട്ടണത്തിന്റെ ഭരണാധികാരി, ബഹുമാനപ്പെട്ട ഇർബുൽ ഭരണാധികാരി ചാപ്പാട്ടുരാമൻ, ചാപ്പാട്ടുരാമൻ എന്ന് നമ്മളെ വഹാബികൾ ആക്ഷേപിക്കുന്ന മഹാൻ, വാസ്തവത്തിൽ അദ്ദേഹം മഹാനാ. അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് കൂക്കുബരി, അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാം അല്ലാമ അബൂ ശാമ പറയുന്നു റഹിമഹുല്ലാഹു തആല, അവർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്ന് മഹാനായ ഇമാം അല്ലാമ അബൂ ശാമ നവവി ഇമാമിന്റെ ഗുരുവര്യരായ അബൂ ശാമ വിവരിച്ച ആ ഒരു രാജാവ് വാസ്തവത്തിൽ ശൈഖ് ഉമർ ഇബ്നു മുഹമ്മദിനിൽ മുല്ല എന്ന ആൾ അനുകരിച്ചതാണ് ആഘോഷപൂർവമുള്ള മൗലിദ്. ഈ രാജാവാകട്ടെ 3 ലക്ഷം ദീനാർ, 3 ലക്ഷം ദീനാർ, 3 ലക്ഷം ദീനാർ എന്നാൽ 1,80,000 പവൻ, 1,80,000 പവൻ സ്വർണം മഹാനായ അല്ലാമ അബൂ സഈദ് കൂക്കുബരി എന്ന മലിക്കുൽ മുളഫർ ഈ മൗലിദിന് വേണ്ടി ചെലവഴിച്ചിരുന്നു. അദ്ദേഹം ഇതിന് ആധാരമാക്കിയത് ഉമറുൽ മുഹമ്മദിൻ മുല്ല എന്നറിയുന്ന മഹാനായ സ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാനയാണ് എന്നെണ്ണിയ മൗലിദ്. ഇനി അദ്ദേഹം ഇങ്ങനെ പലതും എണ്ണുന്നുണ്ട്. ഇത്തരത്തിലുള്ള മൗലിദുകളൊക്കെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളവരുടെ വിവരണപ്രകാരം ബിദ്അത്ത് എന്നതിൽ പറഞ്ഞ 2 തരം ബിദ്അത്ത്, മദ്മൂമ്, മഹ്മൂദ്. മദ്മൂമ, മഹ്മൂദ, പുതുതായി ഉണ്ടാക്കപ്പെട്ടതു തന്നെ നബിയുടെ കാലത്തില്ലാത്തതാണോ, പുണ്യകർമ്മങ്ങളുമുണ്ട്, പ്രമാണവിരുദ്ധമാണോ, ആക്ഷേപാർഹമാണ്. ഇങ്ങനെ വിഭജനത്തിനുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പിടിച്ചിട്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ ഇങ്ങനെ വിഭജിച്ചത്. ഇതൊക്കെ ഹദീസിൽ എവിടെയാന്ന് ചോദിക്കും. ഹദീസും ഉണ്ടതിന്. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഹദീസ് നോക്കി നിങ്ങള്. മൻ അഹ്യാ സുന്നതൻ മിൻ സുന്നതി ഖദ് ഉമീതത് ബഅദി,
കാന ലഹു മിനൽ അജ്രി മിസ്ലു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈഅൻ വമൻ ഇബ്തദഅ ബിദ്അതൻ വലാലതൻ ലാ യർളാഹു അല്ലാഹു വറസൂലുഹു കാന അലൈഹി മിസ്ലു ആസാമി മൻ അമില ബിഹാ ലാ യൻഖുസു ദാലിക മിൻ ഔസാറിൻ നാസി ശൈആ. ഇമാം തുർമുദി തന്റെ കിതാബുൽ ഇൽമിൽ ബാബു മാ ജാഅ ഫിൽ അഖ്ദി ബിസ്സുന്നത്തി വജ്തിനാബിൽ ബിദ്അ എന്ന പേരിൽ അധ്യായത്തിൽ നിവേദനം ചെയ്ത കസീർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഔഫ് അൽ മുസനി റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ നബി പറയുന്നു, എന്റെ ശേഷം നിർജീവമായി പോയ വല്ല സുന്നത്തിനെയും ഒരുത്തൻ സജീവമാക്കിയാൽ അത് പ്രവർത്തിച്ചവർ മുഴുവൻ പേരുടെയും കൂലി ഇത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത മാതൃകക്കാരനുണ്ടാകും. എന്ന ശേഷം നബി പറയുന്നു, വഴികേടിൽപ്പെട്ട വലാലത്തിനെ, ബിദ്അത്തിനെ അള്ളയും റസൂലും പൊരുത്തപ്പെടാത്ത ബിദ്അത്തിനെ വല്ലവനും നിർമ്മിച്ചുണ്ടാക്കിയാൽ കാന അലൈഹി മിസ്ലു ആസാമി മൻ അമില ബിഹാ, അതുകൊണ്ട് പിൽക്കാലത്ത് പ്രവർത്തിച്ചവരുടെ എല്ലാം കുറ്റങ്ങൾക്ക് തുല്യം ഇവന് കുറ്റം കിട്ടും. ലാ യൻഖുസു ദാലിക മിൻ ഔസാരിൻ നാസി ശൈആ, ഇത് അനുകരിക്കുന്നവരുടെ കുറ്റത്തിൽ നിന്ന് ചുരുങ്ങാതെ മാതൃകയാക്കിയവന് കുറ്റം കിട്ടും എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ ബിദ്അതൻ വലാലതൻ ലാ യർളാഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്ത വലാലത്തായ ബിദ്അത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടുന്ന വലാലത്തല്ലാത്ത ഹുദയിൽപ്പെട്ട ബിദ്അത്ത് തന്നെ ബിദ്അത്തുകളുടെ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ. ഇത് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ബിദ്അത്ത് രണ്ട് വിധമുണ്ട് എന്ന് പറഞ്ഞത്. ആ ബിദ്അത്ത് രണ്ട് വിധം എന്നത് പ്രമാണങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നതാണോ എങ്കിൽ പുണ്യകരമാകുന്നു, പ്രമാണങ്ങളോട് യോജിക്കാത്ത പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണോ എങ്കിൽ ആക്ഷേപാർഹവും അനിസ്ലാമികവുമാകുന്നു. ഇങ്ങനെ രണ്ടാലൊരു നിലപാട് സ്വീകരിക്കാതെ നബിയുടെ കാലത്തില്ലാത്ത കർമ്മങ്ങളൊക്കെയും നബിയുടെ കാലത്തില്ലാത്ത കാര്യങ്ങളൊക്കെയും നരകത്തിലാണെന്നും ചീത്ത ബിദ്അത്താണെന്നും ളലാലത്താണെന്നും വിധിയെഴുതാൻ പറ്റുമോ? അങ്ങനെ വന്നാൽ ഇസ്ലാമിൻ്റെ സമ്പൂർണതക്ക് തന്നെ അത് നിരക്കുമോ? ഒന്ന് ബുദ്ധിയുള്ള ആളുകൾ ആലോചിച്ചു. ഞാൻ എൻ്റെ സാമാന്യ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളൊന്നും ഉണർന്ന് ചിന്തിച്ചു നോക്കി. നബിയുടെ കാലത്തില്ലാത്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ചീത്തയാണ്, നബിയുടെ കാലത്തില്ലാത്ത ആചാരങ്ങൾ മുഴുവൻ ചീത്തയാണ്. നബിയുടെ കാലത്തുള്ളത് മാത്രമേ നല്ല ആചാരമായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയതുള്ളൂ എന്ന് വന്നാൽ ഇസ്ലാം സമ്പൂർണമാണെന്ന് പറയുന്നതിന് പിന്നെ എന്താ അർത്ഥമാണുള്ളത്? അതിന് വല്ല അർത്ഥമുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായത് വളരെ കുറവല്ലേ? 10 കൊല്ലല്ലേ അള്ളാഹുവിൻ്റെ റസൂല് കർമ്മപരമായ വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മദീനത്താകെ ജീവിച്ചത്? 10 കൊല്ലം. ഈ 10 കൊല്ലത്തെ വഹയിലാണ് ആചാരപരമായ കർമ്മപരമായ വിഷയങ്ങൾ സംബന്ധിക്കുന്ന ആയത്തുകൾ പ്രധാനമായി ഇറങ്ങിയത്. എൻ്റെ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നുണർന്ന് ചിന്തിക്കാൻ വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയട്ടെ. 10 കൊല്ലം മക്കത്തും 10 കൊല്ലം മദീനത്തും നബി. വിശുദ്ധ ഖുർആന്റെ അവതരണം 20 കൊല്ലത്തിൽ. ഒരു 3 കൊല്ലം ആദ്യത്തെ വഹി അങ്ങ് ഇറങ്ങിയിട്ട് പിന്നെ വഹിയില്ലാതെ നിന്നു ചെയ്തു. 23 കൊല്ലം അങ്ങനെ കൂട്ടിക്കോളി. അപ്പൊ എത്ര കൊല്ലണ്ട് ആകെ? ആദ്യത്തെ വഹി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഇറങ്ങിയിട്ട് 3 കൊല്ലം പിന്നെ വഹിയൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂലിന് വഹിയില്ല, നബിയാക്കി നിയോഗിച്ചിട്ട് ദഅവത്തിന് കൽപ്പനയുമില്ല. ദഅവത്തിന് കൽപ്പനയില്ലാതെ നബിതങ്ങൾ നിന്ന് ആ 3 കൊല്ലത്തിൽ ഖുർആന്റെ അവതരണമില്ല. ശേഷം മക്കത്ത് വെച്ച് 10 കൊല്ലം, മദീനത്ത് വെച്ച് 10 കൊല്ലം. മദീനത്തെ 10 കൊല്ലത്തിൽ നബിതങ്ങളുടെ കാലത്തുണ്ടായ കർമ്മങ്ങൾ മാത്രമേ, നബിയുടെ കാലത്തുണ്ടായ ആചാരങ്ങൾ മാത്രമേ ഇസ്ലാം ദീനിന്റെ അകത്തുള്ളൂ എന്ന് കണ്ടാൽ എത്ര മോശമായിരിക്കും നമ്മുടെ അവസ്ഥ. ഇസ്ലാമിന്റെ സമ്പൂർണതക്കു തന്നെ നിരക്കാത്ത ഒന്നായി പോകില്ലേ ഇത്? എന്താ ഇസ്ലാമിന്റെ സമ്പൂർണത? 10 കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹ് ഇറക്കാണ് ഹജ്ജിൽ. അതിന്റെ ശേഷം തന്നെ നിയമത്തിന്റെ ഒരായത്തും ഇറങ്ങിയിട്ടില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന.
നബിയുടെ ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങുന്ന ഈ ആയത്ത്, നിങ്ങളുടെ ദീൻ ഇന്നു ഞാൻ സമ്പൂർണമാക്കി തന്നു, ഒരു ന്യൂനതയുമില്ല, ഒരു കുറവുമില്ല, എന്തു കാര്യങ്ങളും വിവരിക്കപ്പെട്ട, ഉസൂലും ഫുറൂഉം ഫുള്ളായി വിവരിക്കപ്പെട്ട ഒരു സമ്പൂർണ്ണ ദീനായി ഞാൻ ഈ ദീനിനെ നിങ്ങൾക്ക് മാത്രമായി പരിപൂർണമാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ മേൽ അതുവഴി എൻ്റെ അനുഗ്രഹം ഞാൻ വളരെ തികച്ചും തന്നു. നിങ്ങൾക്ക് മാത്രമേ ഈ അനുഗ്രഹമുള്ളൂ, മറ്റു സമുദായത്തിന് ഈ അനുഗ്രഹമില്ല. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാമിനെ ദീനായി നിങ്ങൾ ഈ ഉമ്മത്തിന് മാത്രമാണ് സമുദായങ്ങളെ അപേക്ഷിച്ച് ഞാൻ പൊരുത്തപ്പെട്ട് നൽകിയത്. മറ്റു സമുദായങ്ങൾക്കൊന്നും ഇസ്ലാം എന്ന പേരിൽ ഞാൻ വിശേഷണം നൽകിയിട്ടില്ല, നബിമാർക്കല്ലാതെ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ ആയത്തിറങ്ങുന്നത് ഹജ്ജത്തുൽ വദാഇൽ വെച്ചാണ്. ഇതിന്റെ ശേഷം പിന്നെ ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ റസൂലുള്ളാഹി വഫാത്താകുക ചെയ്തത്. ഇതിലിടയ്ക്ക് നിയമം സ്പർശിക്കുന്ന ഒരായത്തും ഇറങ്ങിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നു. 10 കൊല്ലത്തിലിടയ്ക്ക് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പൂർണമായി വരുന്ന എല്ലാ വിഷയങ്ങളും ഇറങ്ങി തീരുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇറങ്ങിയത് മാത്രമാകുന്നു, ഉണ്ടായത് മാത്രമാകുന്നു ഇസ്ലാമിന്റെ നിലയെങ്കിൽ വിഷയക്രമത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ അങ്ങനെ വിവരിച്ചു കൊടുക്കലല്ലോ ഖുർആന്റെ രീതി. ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വഹി ഇറങ്ങലല്ലേ. ഈ രീതി പ്രകാരം അല്ലാഹും റസൂലും ഖുർആനും സുന്നത്തും ഇറക്കി തരുമ്പോ ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇറക്കത്തിൽ ഉണ്ടാകുന്ന 10 കൊല്ലത്തെ വിഷയങ്ങളാണോ മനുഷ്യ ജീവിതത്തിൽ സാധാരണ വരിക? വളരെ ചുരുങ്ങിയത് ഒരു തലമുറയിലെങ്കിലും ഉണ്ടെങ്കിലല്ലേ സമ്പൂർണമായും മനുഷ്യ സാഹചര്യങ്ങളോടൊത്ത വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും വരുള്ളൂ. ഇത് 10 കൊല്ലുള്ളൂ. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സമ്പൂർണതയ്ക്ക് നിദാനമായി ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞത്. എന്റെ സുന്നത്തും എന്റെ ശേഷം റാഷിദുകളായ എന്റെ പ്രതിനിധികളുടെ സുന്നത്തും നിങ്ങൾ പിടിച്ചോ. അതെന്റെ പ്രതിനിധികളാണ്, എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവർ നിലകൊള്ളുന്നത്. അവരുടെ സുന്നത്തും എന്റെ സുന്നത്തും നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ കൃത്യം 40 കൊല്ലായി. അപ്പൊ വളരെ ക്ലിയർ, 40 കൊല്ലം ഒരു തലമുറ. ഒരു മനുഷ്യ തലമുറയുടെ 40 കൊല്ലം എന്ന ശരാശരി തലമുറയിൽ വരുന്ന മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ 10 കൊല്ലം മദീനത്തെ ജീവിതകാലവും ശേഷമുള്ള 30 വർഷത്തെ സ്വഹാബത്തിലെ 4 ഖലീഫമാരുടെ കാലവും വന്നാൽ 40 കൊല്ലത്തെ ഈ സുന്നത്തുകളിൽ സമ്പൂർണമായി പ്രമാണങ്ങൾ ഉൾക്കൊള്ളും. ഇതില്ലെങ്കിൽ നമുക്ക് ദീന് കിട്ടൂല. ഒരു ചെറിയ വിഷയം നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വല്യമ്മാന്റെ ഓഹരി മേടിക്കാൻ 2 ആളുകൾ വന്നു. 2 വല്യന്മാര്, ഒരു മയ്യത്തിന്റെ 2 വല്യന്മാര്. ആരാ 2 വല്യമ്മ? ഒന്ന് ബാപ്പാന്റെ അമ്മയും ഒന്ന് ഉമ്മാന്റെ അമ്മയും. ഉമ്മാന്റെ അമ്മയും വല്യമ്മയാണ്, ബാപ്പാന്റെ അമ്മയും വല്യമ്മയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. സിദ്ദീഖ് എന്നവർ മനസ്സിലാക്കി ഉമ്മാന്റെ സ്ഥാനത്താണ്, അതായത് ഉമ്മാന്റെ അമ്മ ഉമ്മാന്റെ സ്ഥാനത്താണ്. അതനുസരിച്ച് ജദ്ദത്ത് എന്ന വല്യമ്മാന്റെ വിഹിതം ഉമ്മാന്റെ അമ്മാക്കാണ് നൽകി സിദ്ദീഖ് എന്നവര്. ബാപ്പാന്റെ അമ്മാക്ക് സ്വത്തില്ല. ബാപ്പാന്റെ അമ്മാക്ക് അദ്ദേഹം സ്വത്ത് കൊടുത്തില്ല. കാരണം ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നില്ല. ജദ്ദിന് തന്നെ സ്വത്തുള്ളത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സ്വഹാബത്തിൽ പ്രസിദ്ധമായത്. ഒരു മയ്യത്തിന്റെ ബാപ്പ മരിച്ചിട്ടുണ്ട് മുമ്പേ. വല്യാപ്പ വന്നു. വല്യപ്പ വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ കാലശേഷമാണ്. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, അള്ളാന്റെ ഖുർആൻ നോക്കിയിട്ട് എനിക്ക് വിഹിതം കാണുന്നില്ല ഞാൻ, അതുകൊണ്ട് ഇജ്ജ് പോ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് ഞാൻ വിവരം പറയാമെന്ന് പറഞ്ഞു. ആലോചിച്ചു മൂപ്പര് സ്വഹാബാക്കളോട്. അപ്പൊ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂല് ഒരു ഉപ്പാപ്പാക്ക് ബാപ്പാന്റെ വിഹിതം നൽകിയതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞു. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ബിൻ മസ്ലമ, മുഗീറത്ത് ബിൻ ശുഅബ ഒരാള്. അപ്പൊ സിദ്ദീഖ് എന്നവർ ചോദിച്ചു, വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞ് മുഗീറത്ത് ബിൻ ശുഅബ. ആദ്യം പറഞ്ഞ ആരാണോ മുഹമ്മദ് ബിൻ മസ്ലമയാണെങ്കിൽ ഇത് മുഗീറത്ത് ബിൻ ശുഅബ, അത് മുഗീറത്ത് ബിൻ ശുഅബയാണെങ്കിൽ ഇത് മുഹമ്മദ് ബിൻ മസ്ലമ. 2 ആള് പറഞ്ഞു, ഞാൻ സാക്ഷിയാണ്, ഞാൻ ഉണ്ടായിട്ടുണ്ട് വല്യാപ്പാക്ക് കൊടുക്കുമ്പോ കൊടുക്കാന്ന് വെച്ചു. റസൂലുള്ളാഹിന്റെ നടപടി സുന്നത്ത് വ്യക്തമാകുന്നത് ഉപ്പാപ്പാക്ക് സ്വത്തെടുക്കുന്നവിടെ തന്നെ. അപ്പോഴാ വല്യന്മാര് 2 ആള് വന്നപ്പോ ഉമർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു